നമുക്കിന്ന് നമ്മുടെ മലപ്പുറത്ത് എടപ്പാളുള്ള ഒരു ദക്ഷിണാമൂർത്തിയുടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയാലോ? ഇന്ന് രാവിലെയാണ്, ഞായറാഴ്ചയാണ്. നോക്കാം, നമ്മളിപ്പോൾ 8 മണിയൊക്കെ ആയി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്ന് വണ്ടിയിൽ ഇറങ്ങുകയാണ്. നമുക്ക് അവിടുത്തെ കാഴ്ച കാണാം. ദക്ഷിണാമൂർത്തി ക്ഷേത്രമാണ്. അവിടെ പോയിട്ട് അവിടുത്തെ അമ്പലം, ആ ക്ഷേത്രം ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, വീഡിയോയിലോട്ട് വരും. അപ്പോൾ നമ്മൾ എടപ്പാൾ ടൗണിൽ നിന്ന് നേരെ നമ്മുടെ പട്ടാമ്പി റോഡിലൂടെ യാത്ര, നേരെ ഒരു 200-300 മീറ്റർ പോകുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോയാൽ മതി. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ തിരിയുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഇടുങ്ങിയ റോഡ് പോലെ നമുക്ക് കാണാൻ പറ്റും. ടാറിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് ഇറങ്ങാം. കാരണം ഈ റോഡ് നേരെ പോകുന്നത് കുളങ്ങര ക്ഷേത്രത്തിലേക്കും അതുകൂടാതെ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലേക്കുമാണ്. തൊട്ട് മുൻപിലേക്കാണ്, ഇതാണ് നമ്മുടെ ദക്ഷിണാമൂർത്തി ക്ഷേത്രം. നല്ല വലിയൊരു ഏരിയ തന്നെയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിന്. തൊട്ട് കയറുമ്പോൾ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഓഫീസ് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് പൂജ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ നിന്നാണ് പുഷ്പാഞ്ജലിയൊക്കെ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പതുക്കെ അമ്പലത്തിലേക്ക് കയറി അമ്പലത്തിനുള്ളിലൊക്കെ തൊഴുത് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങണം. കാരണം നല്ലൊരു പഴയൊരു തനിമയാണ് ആ അമ്പലം തന്നെ, ക്ഷേത്രം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ തൊഴുതിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഒരു വേറൊരു പഴയ നമ്മുടെ ചെറിയ അമ്പലങ്ങളുണ്ട്. നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം, അതേപോലെ പല പല ക്ഷേത്രങ്ങളുണ്ട്. പയ്യാനംപറ്റക്കാവ്, നമ്മുടെ പാലക്കാടുള്ള. അപ്പോൾ അതേപോലത്തെ ഒരു ഇതാണ് നമുക്ക് ഇവിടെയും വരിക, ദക്ഷിണാമൂർത്തി ക്ഷേത്രം എന്ന് പറയുമ്പോൾ. കാരണം എത്രയോ പുരാതനമായൊരു ക്ഷേത്രമാണ്. അതിൻ്റെ ഒരു ഭംഗി തന്നെ നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലൊക്കെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ തൊഴുതിട്ട് ഒന്നും കൂടി മൊത്തം ചുറ്റി വന്നു. അപ്പോൾ കുറച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ കുറേ ആളുകളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ഈ ചുറ്റുമതിൽ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിന് തൊട്ടടുത്ത് നിന്ന് ആളുകളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഫോട്ടോഷൂട്ടിൻ്റെ സ്ഥലം കൂടി ആയി മാറിയിട്ടുണ്ട്. അതും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിന് തൊട്ടടുത്തൊരു ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിന് തൊട്ടടുത്തൊരു കുളങ്ങര ഒരു ക്ഷേത്രം കൂടിയുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അവിടേക്കുള്ള, അതായത് അതിൻ്റെ ഒരു ഇതായിട്ട് ആ ക്ഷേത്രത്തേക്ക് പോകുന്നില്ലെങ്കിലും നമുക്കിവിടെ അവരുടെ ചെറിയൊരു അമ്പലമുണ്ട്, കുളങ്ങര തേവർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തൊട്ട് താഴെയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തൊഴുതിട്ട് വീണ്ടും മുകളിലോട്ട് കയറുക കേട്ടോ. അത് കറക്റ്റായിട്ട് ബോർഡൊക്കെ അവിടെ എഴുതിയിട്ട് കുളങ്ങര തേവർ എന്ന്. തൊട്ടപ്പുറത്തായിട്ട് ദക്ഷിണാമൂർത്തിയുടെ കുളമുണ്ട്, അമ്പലക്കുളം. അപ്പോൾ കുളങ്ങര തേവരെ നമ്മൾ തൊഴുതിട്ട് നല്ലൊരു പടി കേട്ടോ, പടി കയറി വരണേ. ആ സിറ്റിക്കുള്ളിൽ നിന്ന് പെട്ടെന്ന് നമ്മളൊരു ഗ്രാമത്തിലേക്ക് എത്തിയ ഒരു പ്രതീതിയാണ് നമുക്ക് ഇവിടെ ഉണ്ടാവുന്നത് കേട്ടോ. കാരണം പെട്ടെന്ന് ആ തിരക്കിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് മാറി നമ്മുടെ പാലക്കാടൻ സ്റ്റൈല്, ആ ഒരു ഇത്, കുളവും അമ്പലവും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഇതുണ്ടല്ലോ. അമ്പലത്തിൻ്റെ ഒരു സ്റ്റൈലാണെങ്കിലും ശൈലിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ, അത് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ വേദവ്യാസപുത്രനായ ശ്രീ ശുഗമുനി തപസ്സിരുന്ന ഒരു സ്ഥലവും കൂടിയുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരു പീഠം കണ്ടു അവിടെയാണ് ശുഗമുനി നമ്മുടെ വേദവ്യാസപുത്രൻ തപസ്സിരുന്ന സ്ഥലം. അത് ചെറിയതായി ചുറ്റുമതിലൊക്കെ കെട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിനുള്ളിലാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ ഇതെന്തായാലും മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊന്ന് അമ്പലക്കുളത്തിൻ്റെ ആ കുളപ്പടവും ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് താഴെ ഇറങ്ങിയാലോ. കാരണം ഇക്കാലത്ത് നമുക്ക് കാണാൻ പറ്റാത്ത, അതായത് നഷ്ടപ്പെട്ടു പോകുന്നതായ ഒരു ചിത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുളക്കടവും ഇങ്ങനത്തെ തരത്തിലുള്ള കുളങ്ങളൊക്കെ. കാരണം ഇക്കാലത്തെല്ലാം മണ്ണിട്ട് ഇത് ചെയ്യാണ്. ഈ തൊട്ടിപ്പുറത്തെ കുളം എന്ന് പറയുമ്പോൾ നമ്മൾ ആനകളെയൊക്കെ കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുളക്കടവ് കേട്ടോ. ഇവിടേക്ക് ഇപ്പോൾ ഇങ്ങനെ ഇതുവഴി ഇറങ്ങാൻ നമുക്ക് പറ്റില്ല. ഈ ശാന്തിക്കാരൊക്കെയാണ് ഇത് കൂടെ ഇപ്പോൾ ഇറങ്ങാൻ സാധിക്കുക എന്നവിടെ എഴുതിയിട്ടുണ്ട്. എന്നാലും അധികമായൊരു നാശത്തിൻ്റെ വക്കലൊന്നുമല്ല കേട്ടോ, നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണിത് അമ്പലക്കുളത്തിൻ്റെ ഒരു സൈഡ്. നല്ല വലിയൊരു കുളം കേട്ടോ.
തൊട്ടിപ്പുറത്തായിട്ട് കുളക്കടവൊക്കെ ഉണ്ട്. അതായത് കുളപ്പുര. അപ്പോൾ നമ്മൾ കുളപ്പുരയും ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് വീണ്ടും ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിനടുത്തേക്ക് പോകും കേട്ടോ. കുറേയേറെ ഭക്തർ വരുന്നുണ്ട്, കാരണം പേരുകേട്ടൊരു അമ്പലം കൂടിയാണ്. നമ്മുടെ മുകളിലാണ് ക്ഷേത്രം. ഇത്രത്തോളം നമ്മൾ പടി ഇറങ്ങിയിട്ടാണ് താഴെ വന്നത്. ഒരു മണ്ഡപമൊക്കെ ഉണ്ട് ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട്. അപ്പം നമ്മളെന്തായാലും തൊഴുത് ഇറങ്ങി. കുറേ പേര് വന്നിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറേയേറെ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങുമ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ദക്ഷിണാമൂർത്തി ക്ഷേത്രം സന്ദർശിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.